കന്യാകുമാരി ജില്ലയിൽ മോഷണം പോയ 335 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി തമിഴ്നാട് പോലീസ്. 55 ലക്ഷം രൂപ വിലമതിക്കുന്ന മൊബൈൽ ഫോണുകൾ കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് യഥാർത്ഥ ഉടമകൾക്ക് കൈമാറി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് MG പ്രതീഷാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഒരു കൗതുകമുള്ള കണക്കുകളാണ്. 335 ഫോണുകൾ 55 ലക്ഷം രൂപ വിലമതിക്കുന്നത്. അത് ഉടമസ്ഥർക്ക് കൈമാറിയെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ മൊബൈൽ ഫോൺ മോഷണം? ഇത് ഏത് ഭാഗം കേന്ദ്രീകരിച്ച്, ഏത് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, പുറത്തു വരുന്ന കണക്കുകൾ ചെറുതല്ല. കഴിഞ്ഞ കുറേ നാളുകളായി കന്യാകുമാരി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മൊബൈൽ മോഷണം പതിവായിരുന്നു. കന്യാകുമാരി ജില്ലയിലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സംഘങ്ങൾ ചേർന്ന് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണം നടത്തിയതിന് പിന്നാലെ 335 ഫോണുകൾ, മോഷണം പോയ 335 ഫോണുകൾ ഈ പോലീസ് കണ്ടെത്തി. തമിഴ്നാട് പോലീസ് കണ്ടെത്തി. ചെന്നൈ, ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തിയാണ് ഈ മോഷണ മുതലുകൾ കണ്ടെത്തിയത്. ഈ കണ്ടെത്തിയ 335 മൊബൈൽ ഫോണുകൾക്ക് ഏകദേശം 55,27,000 രൂപ വില വരുമെന്നതാണ് കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് സ്റ്റാലിൻ അറിയിക്കുന്ന കാര്യം. ഈ മോഷണം പോയ ഈ ഫോണുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ പരാതിക്കാരെ ഈ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നേരിട്ട് വിളിച്ചു വരുത്തി മൊബൈൽ ഫോണുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വർഷം ഇതുവരെ മാത്രം 1,40,00,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണുകൾ മോഷണം പോയ മൊബൈൽ ഫോണുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഗുരുതരമായ ഒരു മോഷണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പോലീസ് തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ ഒരാൾ വാങ്ങി ഉപയോഗിച്ച മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി പോലീസ് ഈ പരാതിക്കാർക്ക് നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. തമിഴ്നാട് പോലീസ് ഉടമകൾക്ക് കൈമാറിയത് 55 ലക്ഷം രൂപ വിലമതിക്കുന്ന ഫോണുകളാണ്. മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നവർ അത് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ വിൽക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തമിഴ്നാട് പോലീസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് MG പ്രതീഷാണ്.